നമസ്കാരം. മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോഴേ തിരുത്തിക്കാട് ബണ്ടിൻ്റെ അവിടെയുള്ളത്. ഇവിടുത്തെ കുഞ്ഞു കാഴ്ചകളിലേക്ക് പോയാലോ. ഇവിടെ നമ്മൾ കാണുന്നതാണ് പമ്പ് ഹൗസ് കേട്ടോ. വെള്ളം പാടശേഖരത്തിലേക്ക് അടിച്ചു കയറ്റാനൊക്കെ ഉള്ള വലിയ പൈപ്പുകളും പമ്പ് ഹൗസാണ് ഇപ്പോൾ കാണുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ നടക്കാനൊക്കെ ആളുകൾ വരും കേട്ടോ. ഇവിടെ കുറേ നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ നല്ല മനോഹരം കേട്ടോ, അടിപൊളി സ്ഥലം. ഇവിടെ ബണ്ടിൻ്റെ അവിടെ ഇരിക്കാൻ പ്രത്യേക സുഖം കേട്ടോ, കാറ്റും കൊണ്ടിട്ടിരിക്കാൻ. നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ട് ഈ സൈഡിലുള്ള പാടശേഖരത്തിലേക്കൊന്ന് ഇറങ്ങി നടന്നു നോക്കുക കേട്ടോ. ഇതിലൂടെ നടക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. രണ്ട് സൈഡിലും നല്ല മരങ്ങളും അതിൻ്റെ ഇടയിലൂടെ ഒരു മണ്ണിട്ട പാതയും. ഈ കാണുന്ന തോടുണ്ടല്ലോ, മഴക്കാല ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ചെളിയും മണ്ണൊക്കെ പുറത്തേക്ക് JCB വെച്ച് എടുത്തിട്ടുണ്ട്. അതാണ് ഈ സൈഡിൽ കുറേ മണ്ണും കൂന പോലെ കാണുന്നത്. അതുകൊണ്ട് തന്നെ തോട്ടിലൂടെ നന്നായി ജലപ്രവാഹമുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതിലൂടെ പോകാൻ ഈവനിങ് വൈബൊക്കെ അടിപൊളിയായിരിക്കും ഇവിടെ, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഒരു രക്ഷയില്ല. ഒരുപാട് ദേശാടന പക്ഷികളൊക്കെ വരുന്നൊരു പാടശേഖരം കൂടിയിട്ടത്. ഫോട്ടോഗ്രാഫർമാരുടെ പക്ഷി നിരീക്ഷകരുടെ ഒരു പറുദീസ് കൂടിയിട്ടാ ഇത്. കിളിപ്പാടും കൂടി ഇതിനെ പറയാറുണ്ട്. നല്ല മഴയൊക്കെ കിട്ടിയിട്ടേ അത്യാവശ്യത്തിന് വെള്ളം പാടശേഖരത്തുണ്ട്. എൻ്റെ പിറകിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് പക്ഷികളും നമ്മളതിനെ കണ്ടപ്പോൾ പറന്നു പോകുന്നുണ്ട്. നടന്ന് വന്നപ്പോൾ ഇതുപോലെ ഒരു പാലം കണ്ടു കേട്ടോ. ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പോയി നോക്കാം. അടിപൊളിയാണല്ലോ സംഭവം. ആരൊക്കെ ഡ്രോൺ വെച്ചിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശബ്ദം കേൾക്കാം. നമ്മൾ ചെറിയ പാലത്തിൻ്റെ മുകളിൽ കൂടെ കിടന്ന് അപ്പുറത്തേക്ക് എത്തിയിട്ട് ഇവിടെ കുറേ കുളവാഴകളൊക്കെ പൂത്തേക്കുണ്ട്. നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട്. നടന്നിട്ടുണ്ടല്ലോ നമ്മൾ അപ്പുറത്തെ റോഡിലേക്ക് എത്തി. അവിടെ നല്ല ചായപ്പിടി കാണുന്നുണ്ട്. അതുപോലെ അപ്പുറത്തെ പാട സൈഡിലുണ്ടല്ലോ നന്നായി മഴ പെയ്യുന്നുണ്ട്. ഇതേ ഇവിടേക്ക് മഴ എത്തി തുടങ്ങി. വേഗം റോഡിലേക്ക് കയറട്ടെ. വേഗം പോയിട്ടെ ചായപ്പീടിയിൽ കയറിയിരിക്കാം. നല്ല അടിപൊളി കാറ്റ്, അടിപൊളി മഴ, പ്രത്യേക വൈബ് തന്നെ. ഒരു സൈഡ് പാടത്തിൻ്റെ അവിടെ മഴ, അപ്പുറത്തെ സൈഡ് പാടത്ത് മഴ പെയ്തു വരുന്നു. ഇതുകൊണ്ടാ മഴ പെയ്തിട്ട് മഴത്തുള്ളികൾ പാടത്തിലേക്ക് വീഴുന്നുണ്ട്. നമുക്ക് മഴ പെയ്തപ്പോഴേ ആ ചായപ്പീടിയിൽ കയറി നിൽക്കാൻ പറ്റിയില്ല. ഈ പാലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു മാവുണ്ട്. ആ മാവിൻ്റെ കടക്കിലാണ് നിന്നത്. അപ്പോൾ ഒരുപാട് ആട്ടുംകൂട്ടങ്ങൾ വന്നു. അപ്പോൾ ചേച്ചി ആട്ടുംകൂട്ടങ്ങളോട് മാവിൻ്റെ കടക്കിലേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കണോണ്ട് അവർക്ക് ഇവിടെ കയറി നിൽക്കാൻ ഒരു പേടി. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒരാൾ കൊണ്ട് കേട്ടോ, കുടയും ചൂടിയിട്ട്, പിങ്ക് കുട. നമ്മളിവിടെ എത്തിയപ്പോൾ അടിപൊളി മഴ, നല്ല കിടിലം പോയി. കാറ്റിലെ തെങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതേ ഇവിടെ ഒരു പാലം കേട്ടോ. ഈ പാലത്തിൻ്റെ മുകളിൽ നല്ല കാഴ്ച ഇപ്പം കാണിച്ചു തരാം. അടിപൊളിയാണ്. നമ്മൾ മഴ പെയ്തപ്പോൾ ആ മാവിൻ്റെ അടിയിൽ കയറി ചായപ്പീടിയിലേക്ക് എത്തിയില്ല. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അപ്പുറത്തൊരു പച്ചത്തുരുത്ത് പോലെ കണ്ടില്ലേ, വരമ്പത്തൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത്. നമ്മളാ ബണ്ടിൻ്റെ അവിടെ നിന്ന് നടന്ന് വെട്ടിക്കടവ് എത്തിയിട്ട്, വെട്ടിക്കടവ് നമ്മൾ ചായപ്പീടിയ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചായപ്പീടിയെ തുറന്നിട്ട് തോന്നുന്നു കേട്ടോ. കുറച്ച് ബൈക്കുകളൊക്കെ ഇവിടെ ഒക്കെ ഉണ്ട്. ആ മഴ പെയ്തപ്പോഴേ ആൾക്കാർ ഇവിടെ കയറുന്നതാവും. കയറി നോക്കാം. ഈ ചായപ്പീടിയ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഒരു നൊസ്റ്റാൾജിയ ഓർത്തുന്ന ഒരു ചായപ്പീടിയ കേട്ടോ. കവുങ്ങ് കൊണ്ടൊക്കെ കെട്ടി മുള കൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ചായപ്പീടിയ.
രണ്ട് നാല് ആൾക്കാർ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ പുറത്തും ഇരുന്ന് നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ നമ്മളൊരു ചായ പറഞ്ഞു, ചേട്ടൻ ചായ അടിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പം നമ്മൾ ഒരു കോഴിമുട്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോഴിമുട്ട എടുത്ത് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് അതൊന്ന് കഴിച്ചു നോക്കി. പിന്നെയാണ് നമ്മൾ ചായ കുടിച്ചേട്ടാ. നല്ല ഉഷാർ ചായ കേട്ടാ, സംഭവം അടിപൊളിയാണ്. ഈ മഴയും കൊണ്ട് ഒരു ചായയും കുടിച്ചിരിക്കുക, അടിപൊളിയാണ്. മെല്ലെ മെല്ലെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ചായയൊക്കെ ഉഷാറായിരുന്നു കേട്ടോ അവിടുത്തെ, അടിപൊളി. ചെറിയ കടയാണെങ്കിലും ചായ സൂപ്പറായിരുന്നു. 12 രൂപയുള്ളൂ. അപ്പോൾ ഇത് കാണാണ് വെട്ടിക്കട പാലട്ടോ. അതിൻ്റെ സൈഡിലൂടെ മണ്ണിട്ട വഴിയുണ്ട്, അതുവഴിയാണ് നമ്മൾ വന്നത്. വീണ്ടും അതുവഴി നമ്മൾ മെല്ലെ മെല്ലെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആട്ടുംകൂട്ടങ്ങളൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആട്ടുംകൂട്ടത്തെ ചേസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് ഗായ്സ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയ ആട്ടുംകൂട്ടങ്ങൾ ഇവിടെ പുല്ലൊക്കെ തിന്ന് നിൽപ്പുണ്ട്. നമ്മൾ അവരെ ചേസ് ചെയ്ത് പിടിച്ചു. ഉഷാറട്ടാ, അവർ തീറ്റെടുക്കുന്ന കാര്യത്തിൽ ഉഷാറാണ്. കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഓരോ ചെടിയുടെ ഇലയും അരിച്ച് പറക്കിയെടുക്കുന്നുണ്ട്. 2 കുട്ടിയാടുകളുണ്ട്, കുണുങ്ങി കുണുങ്ങി കൊണ്ടുവര്. ചെറുപ്പത്തിൻ്റെ ഉഷാറുണ്ട്, അത് കാണാതിരിക്കില്ലല്ലോ. ഞാൻ പൊക്കോണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാട്ടാ നമ്മളെ അതിവിദഗ്ധമായിട്ട് ആടുങ്ങളെ ചേസ് ചെയ്ത് പിടിച്ച്. ഇപ്പം നമ്മൾ തിരിച്ച് നടക്കുമ്പോൾ ആ തണുത്ത കാറ്റൊന്നുമില്ല. മഴ പെയ്യാനായിട്ട് മുന്നുണ്ടായിരുന്ന തണുത്ത കാറ്റൊക്കെ നിന്നു. മഴ പെയ്തു പോയി. ചെറിയൊരു വെയിൽ പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടാ തിരിച്ച് ബണ്ടിൻ്റെ ഭാഗത്ത്. ഇവിടുന്ന് ഒരു നീർക്കാർക്ക പറന്നു കൂടുന്നുണ്ട, അടിപൊളി. ഇവിടെ ഒരു റെയിൻ ട്രീ ഉണ്ട്, ഒരു തണൽ മരം. അതിൻ്റെ അവിടെ നല്ല കാറ്റും കൊണ്ട് നിൽക്കണം. ഇതിൻ്റെ മുകളിൽ കുറേ പക്ഷികളുടെ കൂടൊക്കെ ഉണ്ട്. പക്ഷികളുടെ ശബ്ദം നമുക്ക് കേൾക്കാം. വിജയകരമായിട്ട് ഇവിടെ അങ്ങോട്ട് തിരിച്ചെത്തി. മഴ പെയ്തപ്പോഴേ ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയി തോന്നുന്നു. വീണ്ടും നല്ല തണുത്ത കാറ്റ് അടിച്ചു തുടങ്ങി. അടുത്ത മഴയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ വേഗം വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നു. മനോഹരമായ കുഞ്ഞു കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.